ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. കാർ ഡ്രൈവിംഗ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് നിങ്ങൾ പ്രാക്ടീസ് എടുക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഷോർട്ട് വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒറ്റയ്ക്ക് ഓടിച്ച് പഠിക്കരുത്. ഒരു ഡ്രൈവിംഗ് സ്കൂൾ, ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രാക്ടീസ് എടുക്കാനായിട്ട് പാടുള്ളൂ. കാർ ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലൻസ് ആണ്. നമുക്ക് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ആക്കണം, ക്ലച്ചിനെ ബാലൻസ് ആക്കണം, ബ്രേക്കിനെ ബാലൻസ് ആക്കണം, ആക്സിലറേഷൻ കൺട്രോളിംഗ് ഒരു ബാലൻസിലേക്ക് എത്തിക്കണം, പ്രോപ്പർ ടൈമിങ്ങിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ്. അപ്പോൾ ഇതെല്ലാം ഒരേ രീതിയിൽ നമുക്ക് ബാലൻസ് ചെയ്ത് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഒരു വാഹനം നമുക്ക് മികച്ച രീതിയിൽ ഓടിക്കാനായിട്ട് കഴിയുന്നത്. ഡെയിലി പ്രാക്ടീസ് നമുക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വാഹനം ഓടിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ലേണേഴ്സ് ലൈസൻസ് എടുത്ത് കുറച്ച് ക്ലാസ്സുകളൊക്കെ എടുത്തതിന് ശേഷവും ഡ്രൈവിംഗിൽ മാറ്റം വരാതിരിക്കുന്ന ആൾക്കാരുമുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു 18 വയസ്സിനൊക്കെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നതെങ്കിൽ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് കഴിയും. ഇനി ഒരു ഏജ് കഴിഞ്ഞിട്ടാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പഠനത്തിൽ നമുക്ക് ഡ്രൈവിംഗിൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു തുടക്ക സ്റ്റേജിൽ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ക്ലാസ് ഡെയിലി അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് തെളിയാതിരിക്കുന്ന ഒരാളാണ്, ബേസിക് ഐഡിയകൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കുന്നതിനെ കുറിച്ച് ഉണ്ട്. ഹാഫ് ക്ലച്ച് അറിയാം, ഇതെല്ലാം അറിയാം. പക്ഷെങ്കിൽ വാഹനം ഓടിച്ച് ഉള്ള പരിചയക്കുറവുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വാഹനം ഓടിച്ച് എത്താനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു 1 hour ക്ലാസ് എങ്കിലും കുറഞ്ഞ പക്ഷം ഡെയിലി അറ്റൻഡ് ചെയ്യുക. അത് എത്രത്തോളം നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാവോ അത്രത്തോളം അറ്റൻഡ് ചെയ്ത് ഡ്രൈവിംഗിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ ഡെയിലി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറയുന്നതിന്റെ കാര്യം എന്താണ്? നമ്മൾ ഇന്നൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, ഇന്ന് നമുക്ക് ഡ്രൈവിങ്ങിൽ വന്ന മിസ്റ്റേക്കുകൾ എന്താണെന്ന് നമുക്ക് വൈകിട്ട് പോയി ഒന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടും. അത് അടുത്തൊരു ദിവസം നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണം ചെയ്യും. ചില ആൾക്കാർ 10 ദിവസം കൊണ്ട് പഠിക്കും, ചിലർ 15 ദിവസം കൊണ്ട് പഠിക്കും, ചിലർ 30 ദിവസം ആകാം, ചിലർ അതിൽ കൂടുതൽ മുന്നോട്ട് പോകും. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വാഹനം പഠിക്കുക എന്നുള്ളൊരു ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്ത് പിന്തുടരുക. ഞാനിവിടെ കൊടുക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ ഡെയിലി ക്ലാസ്സുകളാണ്. ഒറ്റയ്ക്ക് ഓടിച്ച് പഠിക്കരുത്. ഒരു ഡ്രൈവിംഗ് സ്കൂൾ, ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി മാത്രമേ പ്രാക്ടീസ് എടുക്കാനായിട്ട് പാടുള്ളൂ.